ആശങ്കയുയർത്തുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, സിൽവർ ലൈനിന് പകരമായിട്ട് റെയിൽവേ തന്നെ സ്വന്തമായിട്ട് മൂന്നാമത്തെ പാത ഉണ്ടാക്കും. എറണാകുളത്ത് നിന്ന് ഷൊർണൂറിലേക്കുള്ളൊരു പാത ഓൾറെഡി ആയിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് വളരെ കൃത്യമായി രേഖാമൂലവും അല്ലാതെയും ജനറൽ മാനേജർ പറഞ്ഞിരിക്കുന്നത്, അതായത് 2017-18 പിങ്ക് ബുക്കിൽ വന്ന, അതായത് ബജറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ആ പാതയുടെ സർവേ പോലും പൂർത്തിയായിട്ടില്ല, DPR പോലും പൂർത്തിയായിട്ടില്ല. അതുമാത്രമല്ല, ഒരു ഹൈസ്പീഡ് ലൈനിലേക്ക്, അതായത് 180 കിലോമീറ്റർ ലൈനിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ അത് ലാഭകരമല്ലാത്തൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ന് പോലും പറഞ്ഞു. അതിനർത്ഥം കേരളം കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളിന് പകരമായിട്ട് മുമ്പോട്ട് വെച്ചിരുന്ന, എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ മുമ്പോട്ട് തള്ളിയിരുന്ന, അല്ലെങ്കിൽ സദേൺ റെയിൽവേ മുമ്പോട്ട് വെച്ചിരുന്ന മൂന്നാമത്തെ പാത എന്നുള്ള സാധനം ഒരു കാരണവശാലും യാഥാർത്ഥ്യമാകില്ല എന്ന് ജനറൽ മാനേജർ കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിൽ കാതലായിട്ടുള്ള ഒരു മാറ്റവും അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും കൂടി സ്പഷ്ടമായിരിക്കുന്നു. അതുപോലെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വളവ് നിവർത്തൽ കാര്യങ്ങളൊക്കെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളത് വളരെ ദുഷ്കരമാണെന്നും അത് സാധ്യമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാതലായ പദ്ധതികളുടെ ഒരു കുറവ് വരും വർഷങ്ങളിലും അനുഭവിക്കാൻ പോവുകയാണ്. അല്ല, കേരളയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം രേഖാമൂലം പറഞ്ഞാൽ ബ്രോഡ് ഗേജിലാണ് അത് നടക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാകുന്ന മിക്കവാറും സ്പീഡ് റെയിൽവേ ഒക്കെ സ്റ്റാൻഡേർഡ് ഗേജിലാണ്. റെയിൽവേ തന്നെ നടപ്പിലാക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ബ്രോഡ് ഗേജേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിട്ടില്ല. പിന്നെ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒരുപക്ഷെ ആശാവഹമായിട്ടുള്ള ഒരു മറുപടി അത് രേഖാമൂലം തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് തന്നിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരേക്കൊരു വന്ദേ ഭാരത് സ്ലീപ്പർ അനുവദിക്കുന്നതാണ്. അത് ഓൾറെഡി സദേൺ റെയിൽവേ പ്രപ്പോസൽ റെയിൽവേ ബോർഡ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊരു പ്രപ്പോസൽ വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ MP-മാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എറണാകുളത്തിനും ബാംഗ്ലൂരിനും ഇടയിൽ താൽക്കാലികമായിട്ട് ആരംഭിച്ചിരുന്ന വന്ദേ ഭാരത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോലും അത് ഏകപക്ഷീയമായിട്ട് നിർത്തലാക്കി. അതിനെ തുടർന്നുള്ള പ്രക്ഷോഭത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുതുതായി അനുവദിക്കാൻ പോകുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ അത് ട്രിവാൻഡ്രം ബാംഗ്ലൂർ റൂട്ടിൽ ഓടിക്കാമെന്ന് തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങളൊന്നും ഇതിനകത്ത് ലഭ്യമായിട്ടില്ല. നിരവധി സ്റ്റോപ്പുകൾ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന കാര്യം, കോവിഡ് കാലത്ത് നിർത്തലാക്കിയ സ്റ്റോപ്പുകളൊന്നും പുനഃസ്ഥാപിച്ചിട്ടില്ല. അതിൻ്റെ 4-1 സ്റ്റോപ്പുകൾ മാത്രമേ പുനഃസ്ഥാപിച്ചിട്ടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പറയുന്ന നമ്മുടെ ഈ പാതയിലൂടെ ഓടുന്ന തീവണ്ടികൾ 125% കപ്പാസിറ്റി ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ പാതയിൽ ഇനി സിഗ്നൽ സംവിധാനത്തിൽ ഒരു ഓട്ടോമേഷൻ വരുമ്പോൾ മാത്രമാണ് കുറച്ച് ഭേദഗതി വരിക. അതല്ലെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി, ഈ പറഞ്ഞ തിരുവനന്തപുരം മംഗലാപുരം പാതയുടെ കപ്പാസിറ്റി 10 വർഷം മുമ്പ് തന്നെ 125%-ലാണ് ഓടുന്നതെന്ന് അവരുടെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയൊരു പാതയില്ലാതെ കൂടുതൽ വണ്ടികൾ അനുവദിക്കണമെന്ന് നമുക്ക് പറയാമെന്നല്ലാതെ ആ വണ്ടികൾ അനുവദിച്ച് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കൊച്ചിയിൽ ഒരു ഇലക്ട്രിക് യാർഡിൻ്റെ സാധ്യതയുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാവുന്നതാണ്. അതിനുള്ള സ്ഥലവും എല്ലാം ഉണ്ട്. പക്ഷേ അവർ നടപ്പിലാക്കുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ നമ്മുടെ കൊച്ചുവേളിയിൽ മുമ്പ് അനുവദിച്ചിരുന്ന ഒരു വാഷിംഗ് പ്രോജക്റ്റ് തന്നെ, കോച്ച് വാഷിംഗ് തന്നെ, അത് തന്നെ അവിടെ നിന്ന് മാറ്റി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. അതുപോലും ഒരുപക്ഷെ നമ്മൾ ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ടായില്ല. അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി ഇവിടെ. ഇതാണ് നമ്മുടെ റെയിൽവേ വികസനത്തിൻ്റെ ഒരു അവസ്ഥ.